ഗുരുവായൂരപ്പ. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. ഹായ്, വിബിലാൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്തത് സുരേഷ് ഗോപിക്കും പിന്നെ അതേമാതിരി തന്നെ ഷാഫി പറമ്പിൽ. നമുക്ക് ഒരു പാർട്ടി ഒന്നുമില്ല, പക്ഷെ നമുക്കറിയാം ആരൊക്കെ എവിടേക്കാ പോകുന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ സുനിത ദേവദാസും ഖാദർ കരിപ്പൊടിയും ഒക്കെ പണം വാങ്ങിയിട്ട് പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിന്നതിന് അവരുടെ ചാനൽ ഇപ്പോഴും അവരതിങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം. കാരണം അവിടെയുള്ള നമ്മുടെ മതീഷ്യ മുതുകാടിന്റെ ഒരു സ്ഥാപനം ഒരുപാട് അങ്ങനെ ചാലഞ്ചഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥികൾക്ക് അവരുടെ കുടുംബത്തിനെ തന്നെ ഉയർച്ചയിലേക്കും ആ കുടുംബത്തിനെ തന്നെ നോക്കാനുള്ള ആ ഒരു രീതിയിലേക്കും വളർത്തിക്കൊണ്ടുവരുന്ന ആ സ്ഥാപനത്തിനെ ഇവര് പണം വാങ്ങിയിട്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവര്. പക്ഷെ അതൊന്നും നടന്നില്ല. അതേമാതിരി തന്നെ ഇപ്പൊ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സുനിത ദേവദാസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ അവർ പുറം രാജ്യത്താണുള്ളത്. അവിടെയുള്ള രാജ്യത്തുള്ള അവിടുത്തെ അധികാരികളൊക്കെ ഒന്ന് ഇതേ രീതിയിലൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അവിടെ മര്യാദയ്ക്ക് ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? നമ്മൾ ആ ഒരു രീതിയൊക്കെ ഒന്ന് കുറച്ച് മാറണം. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJP ആയി കോൺഗ്രസ് ആയി ഏത് പാർട്ടിയായി ആരായാലും ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ നമ്മളെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്. അല്ലാണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ മാത്രം മുഖ്യമന്ത്രിയല്ല. അതേമാതിരി തന്നെ നമ്മളെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നമ്മളെല്ലാരെയും പ്രധാനമന്ത്രിയാണ്. അപ്പൊ അതിൻ്റെതായ റെസ്പെക്ട് നമ്മളെ മനസ്സിൽ വേണം. പാർട്ടി ഏതോ ആയിക്കോട്ടെ, ആ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നേരം പല കാര്യങ്ങളും നമ്മൾ പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്ടേക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ആ ഒരു രീതിയിലേക്കല്ല. അത്തരത്തിലാണ് ഇവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം കൊണ്ടൊന്നും തന്നെയല്ല നമുക്ക് പറയാനുള്ളത്. കാരണം ഇതേമാതിരിയുള്ള പെയ്ഡ് പ്രൊമോഷനാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് തന്നെ ചെയ്യുന്നത്. അത് ഒരു പറ്റം കൂട്ടം ആൾക്കാർ സംഭവം കാണുന്നുണ്ടാവും. നമ്മളെ ചാനലിൽ തന്നെ ഇപ്പൊ ഖാദർ കരിപ്പൊടിനെതിരെയും പിന്നെ സുനിത ദേവദാസിനെതിരെ ഒക്കെ നമ്മൾ പറയുന്ന ആ വീഡിയോസ് അവരെ നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട് തന്നെയാണ് പറയുന്നത്. അവർക്ക് അവരെ രീതിയിലേക്ക് അവരെ ചാനലിലേക്ക് മെൻഷൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ആ വീഡിയോസ് ഒന്നും അനങ്ങുന്നില്ല. അത് അവർക്കറിയാം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ അത് മുന്നോട്ട് കൂടുതൽ ആൾക്കാർ കാണരുത് എന്നുള്ള രീതിയിൽ അവർ പലതും ചെയ്യും. പക്ഷെ അതൊന്നും നമ്മൾ പേടിക്കൂല. നമ്മളിങ്ങനെ വീഡിയോസ് അവരെ കുറിച്ച് അവരിങ്ങനെ തെറ്റായ കാര്യങ്ങൾ വൃത്തികെട്ട കാര്യങ്ങൾ ഇടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. ഇപ്പൊ തന്നെ ഞാനിപ്പോ ഫസ്റ്റിൽ തന്നെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ സുരേഷ് ഗോപിൻ്റെത്. അത് നമ്മൾ പറഞ്ഞതാണ് വിജയിക്കുന്നത്. ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഖാദർ കരിപ്പൊടിയൊക്കെ വാസേട്ടനെയും ഗോപാലേട്ടനെയും അവരെയും ഇവരെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് പല കാര്യങ്ങളും ഒരുപാട് പേപ്പറൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെയാണ് വാസേട്ടൻ അത് ചെയ്തു, ഗോപാലേട്ടൻ ഇങ്ങനെ ചെയ്തു, കനാലേട്ടൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊക്കി പിടിച്ചു കൊണ്ടുവന്നിരുന്നു. എന്റെ വിചാരം ഇതൊക്കെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ ചാണകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചങ്ങായിയാണ് ചാണകം. അത്തരത്തിലുള്ള ഡയലോഗുകളും വർത്താനങ്ങളും ചീഞ്ഞു നാറുന്ന വമിക്കുന്ന സംസാര രീതിയാണ്. അതേമാതിരി സുനിത ദേവദാസിന്റെ അതേ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു നമ്മളെ നാട്ടിലുള്ളതാണ്. ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ എന്ത് കാര്യങ്ങളും ചാനൽ ഉണ്ടെങ്കിൽ വിളിച്ചു പറയാന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് ആ ഒരു രീതി പോയിക്കൊണ്ടിരിക്കുന്നത്. സുനിത ദേവദാസ് ഒക്കെ തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പോ സുനിത ദേവദാസിനോടൊക്കെ പറയാനുള്ളത് നമ്മളെ തൃശ്ശൂരിന് പോയിട്ടുള്ള MP ആയിട്ടുള്ള ആള് ഇപ്പൊ സത്യവാചകം ചൊല്ലി പാർലമെന്റിലുണ്ട്. നമ്മള് ആ വീഡിയോസും കൂടി വരട്ടെ, എന്നിട്ട് വേണം ഈ ഒരു വീഡിയോ ചെയ്യാനെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഫസ്റ്റ് വീഡിയോ തന്നെ ചെയ്തിട്ട് ഇവർക്കൊരു മറുപടി എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്.
ഇവരൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എപ്പോഴും പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇവരെ ഇതിൽ തന്നെ കമന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടികൾ പലതും പറയും 400 കിട്ടും. ഇപ്പോ LDF തന്നെ പറഞ്ഞതെന്നുണ്ടെങ്കിൽ അവരില്ലെങ്കിൽ ഇന്ത്യ തളങ്ങൂല എന്നല്ലായിരുന്നു. പക്ഷെ അവർക്ക് എത്ര സീറ്റാ കിട്ടിയത്? അത് എല്ലാ പാർട്ടിക്കാരും ജയിക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാ സീറ്റിലും ജയിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അപ്പോ 400 കിട്ടും നമ്മൾ പോലും ചിന്തിച്ചില്ല. നമുക്ക് തന്നെ അറിയാതെ കുറെ കാര്യങ്ങൾ. അപ്പോ നമ്മള് വിചാരിച്ചൊരു 306 307 ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുക മൊത്തത്തിൽ. അതേ ഒരു രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവര് പറയുന്നത്, നിങ്ങളുള്ള ഈ കള്ളപ്രചരണങ്ങൾ കേൾക്കാൻ കുറെ ആൾക്കാരുണ്ടാവും, പക്ഷെ അതൊന്നും സത്യസന്ധമാവണമെന്നില്ല. നിങ്ങൾക്ക് ചാനല് കുറെ റീച്ച് ആവും, പിന്നെ പണം, നിങ്ങൾക്ക് പണം മാത്രമാണ് നിങ്ങളെ ഇഷ്യൂ, അത് നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. പക്ഷേ അതിനാലൊന്നും ഇവരൊന്നും തളർത്താൻ നിങ്ങൾക്ക് സാധിക്കൂല. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ നിങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ പറയുന്നത് എത്രത്തോളം സത്യസന്ധമാണ്. ന്യൂസ് ചാനൽ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആര് സുനിത ദേവദാസ് ഇത് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ ജേർണലിസ്റ്റ് ഒക്കെ പഠിച്ച ആളാന്ന് തോന്നുന്നു, എന്നിട്ടാണ് ഈ രീതിയിൽ കോണത്തിലെ വക്രീകരിച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സുനിത ദേവദാസിന്റെയും കരിപ്പൊടിന്റെ ഒക്കെ നിങ്ങളും കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ കമന്റ് കാര്യങ്ങളൊക്കെ ഇതിൽ രേഖപ്പെടുത്തുക. പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പുതിയ ചാനലൊന്ന് ഇതാക്കുക. ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് നമുക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, ആ ചാനലിന്റെ ഇവര് ഒക്കെ ഇല്ലാതാക്കി. ഇപ്പോൾ പിന്നെ ഉണ്ടാക്കിയ ചാനലാണ്. പക്ഷെ എന്നാലും നമ്മൾ നിർത്തുന്നില്ല, ഇവർക്കെതിരൊക്കെ തന്നെ നമ്മൾ ഇവരെ ഈ വേണ്ടാധീനങ്ങൾക്കൊക്കെ എതിരെ തന്നെ നമ്മളിങ്ങനെ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും.